നമസ്കാരം. കാലവും ദൂരവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച പല ചോദ്യ ശൈലികളും നാം കഴിഞ്ഞ ആഴ്ചകളിൽ പരിശോധിച്ചു. ഒരുപക്ഷെ അവയേക്കാൾ കൂടുതൽ ചോദിക്കാറുള്ളതാണ് പലിശയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ. ലോണും പലിശയും നിത്യ ജീവിതത്തിലെ ഭാഗമായി കഴിഞ്ഞു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് കടവും പലിശയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ചോദ്യ പേപ്പറുകളിൽ നിത്യ കാഴ്ചയാകുന്നത്. പലിശയുമായി ബന്ധപ്പെട്ടു വരുന്ന കണക്കുകളിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് CIയും SIയും. കടം തിരിച്ചു പിടിക്കാനായി പോലീസ് സഹായം തേടുന്ന കേസുകളിൽ മാത്രമല്ല CIയും SIയും രംഗപ്രവേശം ചെയ്യുന്നത്. പലിശ കണക്കുകളിൽ ഈ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റുമാണ്, അഥവാ കൂട്ടുപലിശയും സാധാരണ പലിശയും. ഈ പലിശ കണക്കുകളുടെ കുറുക്കുവഴികളാണ് നമുക്ക് ഇത്തവണ ചർച്ച ചെയ്യാനുള്ളത്. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ എങ്ങനെ കണക്കാക്കാം എന്ന് പരിശോധിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് I = PNR/100 എന്ന സൂത്രവാക്യം ഓർമ്മ വച്ചാൽ സാധാരണ പലിശ കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടാകില്ല. I എന്നത് ഇൻട്രസ്റ്റ്, P എന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ മൂലധനം, N എന്നത് എത്ര വർഷത്തെ പലിശയാണ് കണക്കാക്കേണ്ടത് ആ എണ്ണം, R എന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക്. ഇത്രയും ധാരണയായാൽ സാധാരണ പലിശ ലളിതമാകും. ഒരു ചോദ്യം പരിശോധിക്കാം. ഒരാൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 2 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു. 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് അയാൾക്ക് എത്ര രൂപ പലിശ ഇനത്തിൽ ലഭിക്കും? ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് I = PNR/100 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. P 2 ലക്ഷം, N 3 വർഷം, R 12%. I = 2 ലക്ഷം × 3 × 12/100, 2000 × 3 × 12, 72,000 രൂപ ഇയാൾക്ക് 3 വർഷം കൊണ്ട് പലിശ ഇനത്തിൽ ലഭിക്കും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശയുടെ രീതി പരിശോധിക്കാം. കൂട്ടുപലിശയടക്കം മുതൽ P × 1+R/100 N എന്ന സൂത്രവാക്യമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുക. കൂട്ടുപലിശയടക്കം മുതൽ കണ്ട് അതിൽ നിന്നും മൂലധനം കിഴിച്ച് കൂട്ടുപലിശ കാണുകയാണ് വഴി. ഇവിടെ 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് 2 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെന്നിരിക്കട്ടെ. 2ാം വർഷം അവസാനിക്കുമ്പോൾ കൂട്ടുപലിശയടക്കം മുതൽ P × 1+R/100 N. 2 ലക്ഷം × 1+10/100 2 2 ലക്ഷം × 110/100 × 110/100 2000 × 11 × 11 2000 × 121. 2,42,000 രൂപ. മൂലധനം 2 ലക്ഷം രൂപയായിരുന്നു. അത് 2 വർഷം കൊണ്ട് കൂട്ടുപലിശയടക്കം 2,42,000 രൂപയായി. അപ്പോൾ 2 വർഷത്തെ കൂട്ടുപലിശ 2,42,000 - 2 ലക്ഷം 42,000 രൂപ എന്ന് ലഭിക്കും. സാധാരണ പലിശയും കൂട്ടുപലിശയും കെട്ടുപിണഞ്ഞു വരുന്ന കണക്കുകളാണ് മത്സര പരീക്ഷകളിൽ കൂടുതലായും കണ്ടുവരുന്നത്. അവയ്ക്കുള്ള കുറുക്കുവഴികൾ നമുക്ക് അടുത്തയാഴ്ച ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.